ബാക്ക് ടു സാല ലേണിംഗ്. ഗ്ലമിസ് ആണ്. സോ ഇതാ നാളെ നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ആണ് അല്ലെ. അപ്പൊ എല്ലാവരും ഇതാ കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കേണ്ടതുണ്ട് അല്ലെ. നാളെ ഉറപ്പായിട്ട് നമുക്ക് മാർക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. നെയിം എ ആൻഡ് ബി. എയും ബിയും എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സിന്റെ പാർട്സ് ആണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ എ എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ അറിയാം നമ്മുടെ ആൻട്രീഷ്യം ആണ്, കേസരപുടം ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗൈനീഷ്യം അഥവാ ജെന്നിപുടം ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിവിടെ മാർക്ക് ചെയ്യാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻട്രീഷ്യം. ആൻട്രീഷ്യം. അപ്പൊ ഈ പിക്ചർ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മക്കൾ ഓർത്തു വെക്കുക. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ആ പിക്ചർ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇവിടെ എന്താണ്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗൈനീഷ്യമാണ്. ഗൈനീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? ജെന്നിപുടമാണ് അല്ലെ. ജെന്നിപുടമാണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. യെസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ സീൻ ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ് അല്ലെ. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആൻട്രീഷ്യവും ഗൈനീഷ്യവും അതായത് കേസരപുടവും ജെന്നിപുടവും രണ്ട് വ്യത്യസ്ത പൂക്കളിലായിട്ടാണ് കാണുന്നത്. സെപ്പറേറ്റ് ഫ്ലവേഴ്സിലായിട്ടാണ് കാണുന്നത്. അതിനെ ഒന്നുകൂടെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒരു ഫ്ലവർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മാത്രമേ കാണാൻ പറ്റൂ. ഒന്നെങ്കിൽ ആൻട്രീഷ്യം കാണാം, അല്ലെങ്കിൽ ഗൈനീഷ്യം കാണാം അല്ലെ. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ എന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. അതിന് കാരണം എന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് നമ്മൾ വിളിക്കാൻ കാരണം ഒരൊറ്റ ആളെ മാത്രമേ നമ്മൾ കാണുള്ളൂ. രണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്താ പറയാ? ഒരൊറ്റ ഫ്ലവറിൽ രണ്ട് പാട്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ബൈസെക്ഷൽ, ദ്വിലിംഗ പുഷ്പം എന്ന് വിളിക്കാം. ഇവിടെ എന്താണ്? ഏകം അല്ലെ. ഏകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്നല്ലേ. അപ്പൊ ഏകലിംഗ പുഷ്പമാണ് അല്ലെ. ഇങ്ങനെയുള്ള പുഷ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഏകലിംഗ പുഷ്പങ്ങളാണ്. അതായത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. ഇനി ഇതാ ഇതിനൊരു സി പാർട്ട് കൂടെ ഉണ്ട്. ഹൗ ക്യാൻ വി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ മെയിൽ ഫ്ലവർ ആൻഡ് എ ഫീമെയിൽ ഫ്ലവർ? ഒരു മെയിൽ ഫ്ലവറിനെയും ഒരു ഫീമെയിൽ ഫ്ലവറിനെയും എങ്ങനെ നമുക്ക് തരം തിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. യെസ്, നമ്മളിപ്പോ പറഞ്ഞു യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലെ. ഏകലിംഗ പുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൽ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അത് ആൻട്രീഷ്യം ആണെങ്കിൽ, കേസരപുടം ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആൺപൂവ് അല്ലെങ്കിൽ മെയിൽ ഫ്ലവർ എന്ന് വിളിക്കാം. ഇനി അത് ഗൈനീഷ്യം, നമ്മളുടെ ജെന്നിപുടം ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ പറയുന്ന പോലെ പെൺപൂവ് അല്ലെങ്കിൽ യെസ് നമ്മളുടെ എന്താണ്? ഫീമെയിൽ ഫ്ലവേഴ്സ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. അപ്പൊ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് അതായത് ദ്വിലിംഗ പുഷ്പങ്ങളെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്? അതിനകത്ത് ഒരു ഫ്ലവറിൽ തന്നെയാണ് രണ്ടാളുകൾ ഉള്ളത് അല്ലെ. ആൻട്രീഷ്യവും ഗൈനീഷ്യവും അതായത് കേസരപുടവും ജെന്നിപുടവും ഒരേ ഫ്ലവറിലാണ്. എന്നാൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഏകലിംഗ പുഷ്പങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടും രണ്ട് ഫ്ലവേഴ്സിലായിട്ടാണ് ഉണ്ടാവുക. അതായത് ഒരു ഫ്ലവർ നോക്കിയാൽ ഏതോ ഒരാളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമുക്ക് എന്ത് പറയാം? അത് മെയിൽ ഫ്ലവർ ആണോ, അത് ആൺപൂവാണോ, അല്ല അത് ഫീമെയിൽ ഫ്ലവർ, അത് പെൺപൂവാണോ എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രതീക്ഷിക്കണം. അടുത്തത് എന്താണ്? യെസ്, അടുത്തത് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കൾക്കുള്ള ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം ഓഫർ അല്ലെ. ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മളുടെ വജ്ര ബാച്ചിലേക്ക്. അപ്പൊ അവിടെ ഇതാ പുതിയ ബാച്ച് എന്ന് പറയുന്നത് സെപ്റ്റംബർ 18 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യാ? ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ ഉള്ളതാണ് നമുക്ക്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം സീറ്റ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ മറക്കണ്ട, ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതി. വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പൊ ഇതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. വാട്ട് ആർ സിമ്പിൾ ഫ്രൂട്ട്സ്? എന്താണ് ലഘുഫലങ്ങൾ? വാട്ട് ആർ ഫാൾസ് ഫ്രൂട്ട്സ് അല്ലെ. എന്താണ് കപടഫലങ്ങൾ? ഉദാഹരണ സഹിതം വിശദമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് അല്ലെ. അതായത് നമ്മളുടെ പുഞ്ചഫലവും സംയുക്ത ഫലവും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് നമ്മൾ എഴുതി വെക്കണം അല്ലെ. അതായത് ഇത് കംപ്ലീറ്റ് എന്തിനെ പറ്റിയാണ്? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ABC-യിലൂടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രൂട്ട്സിന്റെ കാര്യമാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ 4 തരം ഫ്രൂട്ട്സിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ. 4 തരം ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് സിമ്പിൾ ഫ്രൂട്ട്സ് അതായത് നമ്മുടെ ലഘുഫലങ്ങളായിരുന്നു. രണ്ടാമത്തത് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അല്ലെ, നമ്മുടെ പുഞ്ചഫലങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് സംയുക്ത ഫലങ്ങൾ പഠിച്ചു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫാൾസ് ഫ്രൂട്ട് കപട ഫലങ്ങൾ പഠിച്ചു അല്ലെ. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അതായത്
നമുക്കറിയാവുന്ന കാര്യമാണ്. യെസ്, നമ്മളെ ആ ഒരു ഫ്ലവറിന്റെ അകത്തുള്ള ഓവറിയാണ് എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ട് ആയിട്ട് മാറുന്നത് അല്ലെ. ഓവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടാശയമാണ് എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. അതിനകത്തുള്ള എന്താണ്, നമ്മളുടെ ഒവ്യൂൾ ഉണ്ട് അല്ലെ, ഒവ്യൂൾ എന്ന് പറയുന്ന ആളുണ്ട്. ആ ഒവ്യൂൾ ആണ് എന്തായിട്ട് മാറുന്നത്, ആ ഒരു യെസ് നമ്മളുടെ ആ ഒരു ഫ്രൂട്ടിനകത്തുള്ള സീഡായിട്ട്, വിത്തായിട്ട് മാറുന്നത്. ഇത് നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രൂട്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം അല്ലെ. അതിൽ ആദ്യത്തത് എന്ന് പറയുന്നത് സിമ്പിൾ ഫ്രൂട്ട്സ്, ലഘുഫലങ്ങളാണ്. ഒന്നുമില്ല, നമ്മൾ ഇതാ ഒരു ഫ്ലവർ നോക്കുകയാണ്, ആ ഫ്ലവർ എന്തായിട്ട് മാറുന്നു, ഒരു ഫ്രൂട്ട് ആയിട്ട് മാറുന്നു അല്ലെ. ഒരു ഫ്ലവർ ഒരൊറ്റ ഫ്രൂട്ട് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട്സ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, ഒരു ഫ്ലവർ ഉണ്ട്, അതിനകത്ത് നിന്ന് എന്താണ്, ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മളുടെ സിമ്പിൾ ഫ്രൂട്ട്സ് അഥവാ ലഘുഫലങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്താണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ പുഞ്ചഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ് ഇവിടെ ഇതാ ഒരു ഫ്ലവർ തന്നെയാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരൊറ്റ ഫ്ലവർ, ഒരൊറ്റ പൂവേ നമുക്കുള്ളൂ. പക്ഷെ ആ ഒരു പൂവിനകത്ത് ഒരുപാട് ഓവറി ഉണ്ട്, ഒരുപാട് അണ്ടാശയം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അതൊക്കെ എന്തായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്, നമ്മളുടെ പൂവ് ഫ്രൂട്ടായിട്ട് മാറുന്ന സമയത്ത് ഈ കാണുന്ന ഓരോ അണ്ടാശയവും ഓരോ ഓവറി എന്തായിട്ട് മാറും, ഓരോ ഫ്രൂട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാ നമ്മളുടെ കസ്റ്റാർഡ് ആപ്പിൾ, നമ്മളുടെ സീതപ്പഴം നോക്കാം നിങ്ങൾ, അതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, കുഞ്ഞു 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 ആളുകളെ കാണാൻ പറ്റുന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അഥവാ പുഞ്ചഫലം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഫ്രൂട്ട്, അതായത് ഒരൊറ്റ പൂവിൽ നിന്ന് ഒരൊറ്റ കായാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ സിമ്പിൾ ഫ്രൂട്ട്, ലഘുഫലം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ഫ്ലവറിൽ നിന്ന് കുറേ ഫ്രൂട്ട്സ് ഉണ്ടാവുക ണെങ്കിൽ അല്ലെ, ഒരു ഫ്ലവറിൽ നിന്ന് തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ അഗ്രിഗേറ്റ് ഫ്ലവേഴ്സ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അല്ലെ, പുഞ്ചഫലം എന്നാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആയിരുന്നു അല്ലെ, നമ്മുടെ സംയുക്ത ഫലം. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ എന്താണ്, യെസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫ്ലവർ അല്ല, ഒരു പൂങ്കുല ഒന്നായിട്ടാണ്, ഒരു ഇൻഫ്ലോറസൻസ് ആണ്. അതായത് ആ ഒരു പൂങ്കുല എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ. ആ ഒരുപാട് ഫ്ലവേഴ്സ് എന്ത് ചെയ്യാണ്, ആ ഓരോ ഫ്രൂട്ടായിട്ട് മാറിയിട്ട് അതെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരൊറ്റ ഫ്രൂട്ടായിട്ട് തോന്നും. ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് കത്തും. നമ്മളുടെ ചക്ക ആലോചിക്കുക നിങ്ങൾ. അപ്പൊ ചക്കേന്റെ അകത്ത് ഇതാ കുറേ ചക്കച്ചുളകൾ കാണുന്നില്ലേ, ആ ചക്കച്ചുളകളൊക്കെ എന്താണ്, ഓരോ ഫ്ലവറിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഫ്രൂട്ടാണ്. അതിനകത്തുള്ള ഓരോ ചക്കക്കുരു, അതിനകത്തുള്ള ഓരോ എന്താണ്, യെസ് വിത്തുകളായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ എന്താണ്, ഒരൊറ്റ ഫ്രൂട്ട് ആണല്ലേ. ഒരു ചക്ക എന്ന് പറയുന്ന സമയത്ത് ഒരൊറ്റ ഫ്രൂട്ട് അല്ലേ, അതെങ്ങനെ അത്രയും വലിയ ഫ്രൂട്ട് ആവുന്നതെന്നറിയോ, അതിനകത്തുള്ള എന്താണ്, യെസ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, നമ്മളുടെ പൂങ്കുല, അതായത് ഒരുപാട് ഫ്ലവേഴ്സിൽ നിന്നാണ് ഈ ഒരൊറ്റ ഫ്രൂട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഇൻഫ്ലോറസൻസ് എന്തായിട്ട് മാറുകയാണ്, ഒരു ഫ്രൂട്ട് ആയിട്ട് മാറുകയാണ്. നമ്മളുടെ പൈനാപ്പിളും ഇതിനെന്താണ്, എക്സാമ്പിൾ ആണ്. അതായത് ഒരുപാട് ഫ്ലവേഴ്സ് ഒരു ഫ്രൂട്ട് ആയിട്ട് മാറുക എന്നുള്ള രീതിയിൽ മക്കൾ എന്ത് ചെയ്താൽ മതി, ഓർത്താൽ മതി. അതായത് ഒരു പൂങ്കുല ഒന്നായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫ്രൂട്ട് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വ്യത്യാസപ്പെടുത്തി പറയാൻ പറ്റുന്ന ആളുകൾ അല്ലെ. ഇനി ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, കപടഫലങ്ങൾ അഥവാ എന്താണ്, ഫോൾസ് ഫ്രൂട്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഓവറിയിൽ നിന്നാണ് എന്തുണ്ടാവേണ്ടത്, ഫ്രൂട്ട് ഉണ്ടാവേണ്ടത് അല്ലെ. ഓവറിയാണ് സാധാരണ ഫ്രൂട്ട് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭാഗമായിട്ട് മാറുന്നത് അല്ലെ. എന്നാൽ ചില ആളുകൾ ചെറിയ കള്ളത്തരം കാണിക്കും. എന്ത് കളവാണ് അത് അവർ കാണിക്കുന്നത്, അതായത് ഓവറിക്ക് പകരം, അണ്ടാശയത്തിന് പകരം അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെഡിസലും തലാമസും ഉണ്ടല്ലോ, നമ്മളുടെ പൂഞ്ഞെട്ടും അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പുഷ്പാസനം പോലെയുള്ള ഭാഗങ്ങളിലെ ആ ഭാഗങ്ങളാണ് എന്തുപോലെയായിട്ട് മാറുന്നത്, ഫ്രൂട്ട് പോലെ, നമ്മൾ കഴിക്കുന്ന ഭാഗം പോലെ ആയിട്ട് മാറുന്നത്. ഇപ്പൊ ഇതാ നിങ്ങൾ നോക്കി, ഇവിടെ ഇത് കണ്ടോ, നിങ്ങൾ കാഷ്യൂനട്ട് കണ്ടോ, കാഷ്യൂനട്ട് തൂങ്ങിക്കിടന്നിരിക്കുന്നത് എന്തിലായിരിക്കും, പൂഞ്ഞെട്ടിലായിരിക്കത്തില്ലേ. ആ പൂഞ്ഞെട്ടാണ് ശരിക്കും നമ്മളൊക്കെ അറിയാം, നമുക്കറിയാം അല്ലെ, എഡിബിൾ ആയിട്ടുള്ള ഭാഗമാണ്. കശുമാങ്ങ എന്ന് നമ്മൾ പറയുന്ന ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അതായത് ഇവിടെ ഓവറി അല്ല എന്തായിട്ട് മാറിയിട്ടുള്ളത്, ഫ്രൂട്ട് ആയിട്ട് മാറിയിട്ടുള്ളത്. സോ ഇതെന്താണ്, ഒരു ഫോൾസ് ഫ്രൂട്ട്, ഒരു കപടഫലമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആപ്പിളും സവേജിലും ഒക്കെ. കാരണം ഇതിലൊക്കെ ആരാണെന്നറിയോ, ഇതിലൊക്കെ നമ്മളുടെ തലാമസ് ആണ്, പുഷ്പാസനമാണ് എന്തായിട്ട് മാറുന്നത്, നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചർ, ആ ഒരു ഫ്ലഷി ആയിട്ടുള്ള പാർട്ടായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കപടഫലങ്ങൾ അഥവാ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾ ഡെഫിനറ്റ്ലി നാളത്തെ എക്സാമിന് പോകുന്ന സമയത്ത് പഠിച്ചു വെക്കുക. നമ്മളോട് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഇതിന്റെ ഓൾ ദ വെരി ബെസ്റ്റ്.